4 പ്രതികൾക്ക് ശിക്ഷാവിധി ഇപ്പം മുൻ MLA അടക്കം ഉള്ള ആളുകളുടെ ശിക്ഷാവിധി ഹൈക്കോടതിയെ അറിയിപ്പിച്ചിരിക്കുകയാണ്. അല്ല, അത് സ്വാഭാവികമല്ലേ. ഒരു കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കും. അപ്പീലിൽ ചിലപ്പോൾ സ്റ്റേ മരവിപ്പിച്ചിട്ടാണല്ലോ അപ്പീലിന്റെ വാദമൊക്കെ നടക്കും. അത് കഴിഞ്ഞ് ഫൈനൽ വിധി ഉണ്ടാവും. അതിൽ യാതൊരു പ്രത്യേകതയില്ല. ഇവർ കുറ്റക്കാരാണ് എന്നത് കോടതി ശക്തമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രഖ്യാപിച്ചതാണ്, ശിക്ഷയും വിധിച്ചതാണ്. സ്വാഭാവികമായും ഏത് കോടതി വിധിക്കെതിരെ അപ്പീൽ പോവുകയും അതിന് സ്റ്റേ കിട്ടുകയും സ്വാഭാവികമാണ്. അതിന് വിചാരണകൾ നടക്കും, ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കോടതിയുടെ നീതി നടപടികളുടെ ഭാഗമാണ് അപ്പീൽ സ്വീകരിക്കലും അപ്പീലിനനുസരിച്ച് താൽക്കാലിക വിധി ഉണ്ടാകും. ഇത് ഫൈനൽ വിധിയല്ലല്ലോ. ഫൈനൽ വിധി വരുമ്പോൾ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ വിധി ഏതെങ്കിലും ഘട്ടത്തിൽ തിരിച്ചടിയാണെന്ന് വിധി തിരിച്ചടിയായ വിധി കോടതിയുടെ ഔദ്യോഗിക വിധിയാണ്. അത് വന്നല്ലോ. വിധി കിട്ടിയ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് അപ്പീൽ കൊടുക്കാൻ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവികമായ അവർക്ക് കിട്ടുന്ന നീതിയാണ്. അത് കിട്ടി. ഇനി അത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടക്കും. അത് കിട്ടുന്നതുവരെ ഈ വിധി സ്റ്റേ ചെയ്യും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അവർ കുറ്റവിമുക്തരായി എന്നല്ല അർത്ഥം. അവർ കുറ്റക്കാർ തന്നെയാണ്. ആ വിധി നടപ്പാക്കുന്നതിന് അപ്പീലിലെ തീരുമാനം വരുന്നവരെ ഒരു മരവിപ്പിക്കൽ, ഒരു സ്റ്റേ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് വിധിയല്ല. യഥാർത്ഥ വിധി നേരത്തെ വന്നതാണ്. ഇനി യഥാർത്ഥ വിധി ഈ അപ്പീലിന്റെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതിയിൽ നിന്നുണ്ടാവും. ഈ നേരത്തെ തന്നെ ഈ വിധിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു കുടുംബം. വേണ്ടത്ര രീതിയിലുള്ള ശിക്ഷ പ്രതികൾക്ക് ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി തന്നെ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അല്ല, ശിക്ഷാവിധി മരവിപ്പിച്ചതല്ല, ഇത് അതിന്റെ നോമിനൽ പ്രൊസീജിയറാണ്. സാധാരണ ഒരു കോടതി നടപടികളുടെ പ്രൊസീജിയർ മാത്രം ഉണ്ടായിട്ടുള്ളത്. അത് ശിക്ഷ മരവിപ്പിച്ചതൊന്നുമല്ല അർത്ഥം. വിചാരണ ഇനി വാദപ്രതിവാദങ്ങൾ അപ്പീലിൽ വാദപ്രതിവാദം നടക്കുന്നതുവരെ നിർത്തിവെച്ചാണ്. അപ്പീലിൽ കഴിഞ്ഞാൽ കീഴ്ക്കോടതി കണ്ടെത്തിയത് തെറ്റാണ് എന്ന് മേൽക്കോടതിക്ക് തോന്നണ്ടേ? കൃത്യമായ തെളിവുകളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് കോടതി വിധി പറഞ്ഞത്. അതനുസരിച്ച് തന്നെ അപ്പീലിൽ നിങ്ങൾ പറഞ്ഞ കാര്യം പ്രോസിക്യൂഷനും ബാധിക്കും. പ്രോസിക്യൂഷനും ശിക്ഷ പോരാ എന്നുള്ള വാദം നടക്കൂല അപ്പീലിൽ. അപ്പോൾ എന്താ വിധി വരുന്നത്? അപ്പം നോക്കാം ഫൈനൽ. നേരത്തെ തന്നെ ഈ കേസ് പ്രതികളെ ജയിലിലേക്ക് എത്തിക്കുമ്പോഴൊക്കെ തന്നെ CPI നേതാക്കളും ഒപ്പം പോകുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ കോടതി വിധി കൂടി വരുമ്പോൾ അവരത് ഇതാക്കില്ല. നേരത്തെ മുതൽ ഈ കൊലപാതകികൾക്ക് സമൂഹത്തെ നെറ്റിച്ച 2 യുവാക്കളെ അകാരണമായി വെട്ടിക്കൊന്ന ആളുകളുടെ കൂടെയാണ് ഈ ഗവൺമെന്റും മാർക്സിസ്റ്റ് പാർട്ടിയും എന്ന് നമുക്കറിയുന്നതല്ലേ. ഇവരെ കേസ് അന്വേഷിക്കരുത്. സാധാരണ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്താ? കുറ്റകൃത്യം നടന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കലാണ്. ഈ കേസ് CBI അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഖജനാവിലെ പണം എടുത്ത് കേസ് നടത്തിയ ആളുകളാണ്. ഏതാണ്ട് 2 കോടി രൂപയാണ് നമ്മുടെ നികുതി പണം എടുത്ത് കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഗവൺമെന്റും ശ്രമിച്ചത്. അപ്പോൾ അന്നു മുതലേ ഇവരെ കൂടിയാണ്. ഇപ്പോൾ ഇവരെ ശിക്ഷിച്ചപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജയിലിലേക്ക് മാറ്റിക്കൊടുത്തു. അത് കഴിഞ്ഞ് അവരെ വീടുകളിൽ സന്ദർശിച്ചു, ആശ്വസിപ്പിച്ചു, ജയിലിൽ പോയി സന്ദർശിച്ചു. ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ ശ്രീ ജയരാജനാണ് ജയിലിൽ പോയി ഇവരെ സന്ദർശിക്കുന്നത്. അപ്പോൾ ജയിലിൽ പ്രതികൾക്ക്, കുറ്റവാളികൾക്ക്, കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയ ആളുകൾക്ക് സൗകര്യമുണ്ടാക്കാനും സുരക്ഷ ഉണ്ടാക്കാനുമാണ് ഈ ഗവൺമെന്റും അതിലെ മുതിർന്ന ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ല, ഈ അജണ്ട മീറ്റിംഗിലുണ്ടാവില്ല. യോഗത്തിൽ എന്താണ് പ്രധാനമായി സംസ്ഥാന ഭാരവാഹി യോഗം ചെയ്തത്? സംസ്ഥാന ഭാരവാഹികളുടെ യോഗം എന്ന് വിളിച്ചിട്ടുള്ളത് വയനാട് പുനരധിവാസം സംബന്ധിച്ചാണ്. അവിടെ ഇരകളാക്കപ്പെട്ട മനുഷ്യർക്ക് 100 വീട് പാർട്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ആഹ്വാനമനുസരിച്ച് കോടികളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർക്ക് മറ്റ് ആശ്വാസ നടപടികളൊക്കെ ഞങ്ങൾ 2 കോടിയുടെ സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തു. അത്യാവശ്യ സാധനങ്ങൾ കൊടുക്കലും ചികിത്സാ സഹായം നൽകലും പോക്കറ്റ് മണി കൊടുക്കലും ഒക്കെ അടക്കം 2 കോടി രൂപ ഞങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ മെയിൻ പ്രഖ്യാപനമാണ് ഈ 100 വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക എന്നത്. അത് ഞങ്ങൾക്ക് തുടങ്ങണം. അത് തുടങ്ങാൻ ഗവൺമെന്റാണ് ഇപ്പോൾ തടസ്സം. കാരണം അവർ തടസ്സപ്പെടുത്തുകയല്ല, അവർ പുതിയ നിലപാടുകളും പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. ആ യോഗത്തിലൊക്കെ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുണ്ട്. ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കും, എന്നിട്ട് ഞങ്ങൾക്ക് അതിന്റെ പ്രത്യേക സ്ഥലം തരാം, ഒരുമിച്ച് ഉണ്ടാക്കുക എന്നൊക്കെയാണ് ഗവൺമെന്റിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. അതിനെക്കുറിച്ച് ഇന്ന് ഭാരവാഹികൾ ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് എന്ത് മറുപടി പറയണം, ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നാലോചിക്കാനാണ് ഇന്ന് കൂടുന്നത്.